+1 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൽ 6 ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് നേച്ചർ ഓഫ് ബിസിനസ്, രണ്ടാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്, ബിസിനസ് റിസ്ക്, സ്റ്റാർട്ടിങ് എ ബിസിനസ്, ബേസിക് ഫാക്ടേഴ്സ്. ഈ 6 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്സിൽ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഇക്കണോമിക് ആക്ടിവിറ്റിയും രണ്ടാമത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയും. ആക്ടിവിറ്റീസ് ബൈ വിച്ച് വി ഏൺ അവർ ലീവ്ഹുഡ് എ വർക്കർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി ആണ്. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തിക പ്രവർത്തനമാണ്, അല്ലെങ്കിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം, നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ബിസിനസ് വഴി, പ്രൊഫഷൻ വഴി, എംപ്ലോയ്മെൻറ്റ് വഴി. ഈ 3 രീതിയിലാണ് ഇക്കണോമിക് ആക്ടിവിറ്റികൾ നടക്കുന്നത്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ഔട്ട് ഓഫ് ലവ്, സിമ്പതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിമ്പതി വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ ഉള്ള ഒരു ലക്ഷ്യത്തോടെയല്ല, നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വഴിയോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു കാര്യത്തെയും പറയുന്നതാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ച 3 കാര്യമാണ് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ കമൻസ്മെൻ്റ് ആണ്. ബിസിനസ്സിൽ വരുമ്പോൾ എൻ്റർപ്രനേഴ്സിൻ്റെ ഡിസിഷനാണ് അവിടെ നടക്കുക. പ്രൊഫഷനിലേക്ക് വരുമ്പോൾ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആയിരിക്കും. എംപ്ലോയ്മെൻറ്റിൽ അത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വഴിയായിരിക്കും. നേച്ചർ ഓഫ് വർക്ക്, ജോലിൻ്റെ സ്വഭാവം. ബിസിനസ്സിൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും. പ്രൊഫഷനിലേക്ക് വരുമ്പോൾ വിദഗ്ധരായ ജോലികളായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക. എംപ്ലോയ്മെൻറ്റിലേക്ക് അവിടെ പെർഫോമിങ് ദ ജോബ് അസൈൻഡ് ബൈ ദ എംപ്ലോയർ ആയിരിക്കും. തൊഴിലുടമ ഏൽപ്പിച്ച ജോലി നിർവഹിക്കലായിരിക്കും. അതുപോലെ തന്നെ റിട്ടേൺ, ബിസിനസ്സിൽ പ്രോഫിറ്റ് ആയിരിക്കും. പ്രൊഫഷണൽ ഫീ ആയിരിക്കും. എംപ്ലോയ്മെൻറ്റിൽ സാലറി ഓർ വേജസ് ആയിരിക്കും. ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നോ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനാണ് ബിസിനസ്സിൽ. അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പ്രൊഫഷനിൽ വരുമ്പോൾ പ്രൊഫഷണലായ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. എംപ്ലോയ്മെൻറ്റിൽ വരുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ ആയിരിക്കും. തൊഴിലുടമയുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്തെന്നാണ് ബിസിനസ്സിനെ കുറിച്ചിട്ട് നമ്മളോട് എവിടെ വേണമെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു 4 ലൈനായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർടേക്കൻ വിത്ത് എ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈയിങ് ഹ്യൂമൻ നീഡ്സ് ഇൻ സൊസൈറ്റി. ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ നമ്മളെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും വിൽപ്പനയും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തെയാണ്, സാമ്പത്തിക പ്രവർത്തനത്തെയാണ് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. 7 പോയിൻ്റാണുള്ളത്. ഫസ്റ്റ് വൺ ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി, ഒരു സാമ്പത്തിക പ്രവർത്തനം. സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ ഓരോ പ്രൊക്യൂർമെൻറ്റ് ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസസ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം അല്ലെങ്കിൽ സംരംഭണമാണ്. തേർഡ് വൺ സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്ചേഞ്ച് ആണ്, കൈമാറ്റത്തെയാണ് പറയുന്നത്. ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് ആണ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്ഥിരമായ ഇടപാടുകളിനെയാണ് കുറിച്ച് പറയുന്നത്. ഫിഫ്ത്ത് വൺ പ്രോഫിറ്റ് ഏണിംഗ് ആണ്, ലാഭം നേടൽ. സിക്സ്ത് വൺ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ആണ്, വരവിൻ്റെ അനിശ്ചിതത്വം. സെവൻത് വൺ എലമെൻറ്റ്സ് ഓഫ് റിസ്ക്. ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയുന്നത്. 2 ടൈപ്പാണ് ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്, ഇൻഡസ്ട്രിയും കോമേഴ്സും. ഇൻഡസ്ട്രി തന്നെ നമ്മൾ 3 ടൈപ്പായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി. പ്രൈമറിയിലേക്ക് വരുമ്പോൾ അത് പ്രാഥമിക വ്യവസായമാണ്. അത് പ്രൈമറി വഴി നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അതിനെയാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രി വഴി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് ഫർദർ പ്രോസസ്സിലൂടെ നമുക്ക് മാക്സിമം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയെടുക്കും. അതിനെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയാം.
ഇനി ടെറിറ്ററി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും അത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കലാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ടായാലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലായാലും റിസ്കിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് ടെറിറ്ററി ഇൻഡസ്ട്രി എന്ന് പറയാം. ഇനി നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ്ട്രാക്റ്റീവും രണ്ട് ജനറ്റിക്കും. ഇനി സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ അതും രണ്ടായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിങ്ങിലേക്ക് വരുമ്പോൾ 4 ക്ലാസിഫിക്കേഷനാണ് അവിടെ വരുന്നത്. അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ്, അസംബ്ലി. ഇനി ഇപ്പോഴത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ബിസിനസ്സിലെ രണ്ടാമത്തെ സെക്ഷനാണ് കോമേഴ്സ്. അവിടെ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് കാണുന്നത്. ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും. ട്രേഡിൽ തന്നെ 2 ക്ലാസിഫിക്കേഷനുണ്ട്. ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേർണൽ ട്രേഡും. ഇൻറ്റേർണലിൽ തന്നെ ഹോൾസെയിൽ ട്രേഡും ഉണ്ട്, റീറ്റെയിൽ ട്രേഡും ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേർണലിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും എൻ്റർപോർട്ടും ഉണ്ട്. 3 ടൈപ്പാണ് അവിടെ വരുന്നത്. ഇനി ഓക്സിലറി ടു ട്രേഡിലാണ് നമ്മൾ നോക്കുന്നത്. അവിടെ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്നാമത്തത് വെയർ ഹൗസിംഗ്, ഇൻഷുറൻസ്, അഡ്വർടൈസിങ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ്, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ, ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പാറ്റേൺ പഠിച്ചു വെച്ചാൽ തന്നെ ഈ ഇൻഡസ്ട്രീനെ കുറിച്ചും കോമേഴ്സിനെ കുറിച്ചും നമുക്ക് ക്ലിയർ ആവും. ഈ ഒരു പാറ്റേൺ ബിസിനസ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നമ്മൾ വരച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആണ്. അതിൽ 8 പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഏണിംഗ് പ്രോഫിറ്റ് ആണ്. ഏണിംഗ് പ്രോഫിറ്റ് തന്നെ 4 തരത്തിലാണ്. സോഴ്സ് ഓഫ് ഇൻകം ഫോർ ബിസിനസ് പേഴ്സൺ ആണ്. ബിസിനസ് ഒരു ഇൻകം ആണ്. സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ മീറ്റിംഗ് എക്സ്പെർഷൻ റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് ആണ്. എക്സ്പെർഷൻ വേണമെങ്കിൽ പൈസ വേണം. ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി വർക്കിംഗ് ഓഫ് ബിസിനസ്. ബിസിനസ് എഫിഷ്യൻസി ആണോ എങ്കിൽ പൈസ നമുക്ക് വേണം. ഇറ്റ് ക്യാൻ ബി ടേക്കൻ ആസ് ദ സൊസൈറ്റീസ് അപ്രൂവൽ ഓഫ് ദ യൂട്ടിലിറ്റി ഓഫ് എ ബിസിനസ്. സൊസൈറ്റി നമ്മളെ അപ്രൂവൽ ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് പൈസ വേണം. രണ്ടാമത്തെ പോയിന്റ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും മാർക്കറ്റിൽ, അപ്പോൾ നമുക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റണം. തേർഡ് വൺ ഇന്നോവേഷൻ. ഫോർത്ത് വൺ പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ 8 പോയിന്റും നമ്മൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നതാണ്. ബിസിനസ് റിസ്ക്. Business risk refers to the possibility of indicates profit or even losses due to uncertainties or unexpected events ആണ്. ബിസിനസ് റിസ്ക് എന്ന് വെച്ചാൽ പ്രോഫിറ്റും ലോസും ഉണ്ടാവാനുള്ള പോസിബിലിറ്റിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ആ ബിസിനസ് റിസ്കിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് സ്പെക്യുലേറ്റീവ് റിസ്ക്, രണ്ടാമത്തെ പ്യുവർ റിസ്ക്. സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് വെച്ചാൽ ഇൻവോൾവ് ബോത്ത് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. പ്രോഫിറ്റും ഉണ്ടാവാം ലോസും ഉണ്ടാവാം. ഊഹാണ്, നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം, ഇതിലേതും ആയിരിക്കാം. അതാണ് സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് ഇൻവോൾവ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. ഏതായാലും അവിടെ ലോസിൻ്റെ കോൺസെപ്റ്റ് മാത്രമേ വരുള്ളൂ, പ്രോഫിറ്റിൻ്റെ കോൺസെപ്റ്റ് അവിടെ വരില്ല. അതിനെയാണ് പ്യുവർ റിസ്ക് എന്ന് നമ്മൾ പറയാം. അപ്പോൾ റിസ്കിൻ്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണുള്ളത്, സ്പെക്യുലേറ്റീവും പ്യുവർ റിസ്ക്കും. സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രോഫിറ്റും ഉണ്ടായിരിക്കാം ലോസും ഉണ്ടായിരിക്കാം. അതിൽ നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം, ഏത് വേണമെങ്കിലും നമുക്കുണ്ടാവാം. എന്നാൽ പ്യുവർ റിസ്കിലേക്ക് വരുമ്പോൾ അവിടെ ലോസിൻ്റെ കോൺസെപ്റ്റ് മാത്രമേ കാണാൻ കഴിയുള്ളൂ, പ്രോഫിറ്റിൻ്റെ കോൺസെപ്റ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല. അടുത്തത് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ്. 4 പോയിൻ്റാണുള്ളത്. ഒന്നാമത്തത് ബിസിനസ് റിസ്ക് അറൈൻസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ആണ്. അൺസർട്ടനിറ്റീസ് മൂലം വരാൻ സാധ്യതയുള്ള റിസ്കുകളാണ്. രണ്ടാമത്തത് റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ് ആണ്. എല്ലാ ബിസിനസ്സുകൾക്കും അതിൻ്റേതായ വളരെ പ്രധാനപ്പെട്ട റിസ്കുകൾ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചാണ്. മൂന്നാമത്തത് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ടു ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ് ആണ്.
റിസ്ക് എത്രത്തോളം ഉണ്ടാവും എന്നതിൻ്റെ നേച്ചറും സൈസും അതൊക്കെ അനുസരിച്ചിട്ടാണ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ബിസിനസ്സിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടാവും എന്നത്. നാലാമത്തത് പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ് ആണ്. റിസ്ക് എടുക്കുന്നതിന് നമുക്ക് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് നാച്ചുറൽ കേസസ്, രണ്ടാമത്തത് ഹ്യൂമൻ കേസസ്, 3 ഇക്കണോമിക്കൽ കേസസ്, 4 അതർ കേസസ്. ആറാമത്തെ സെക്ഷൻ അടുത്തത് വരുന്നത് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ് ഈ പാഠത്തിലെ. അതിൽ 10 പോയിൻ്റാണ് വരുന്നത്. ഒന്നാമത്തത് സെലക്ഷൻ ഓഫ് ലൈൻ ബിസിനസ് ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. സൈസ് ഓഫ് ദ ഫേം, ചെറുതാണോ വലുതാണോ എന്ന് തിരിച്ചറിയണം. ചോയ്സ് ഓഫ് ദ ഫേം ഓഫ് ഓണർഷിപ്പ്, ഏത് ഫോം ഓഫ് ഓണർഷിപ്പാണ് വേണ്ടതെന്ന് നമ്മൾ അറിയണം. ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസസ്, ലൊക്കേഷൻ എവിടെ ആയിരിക്കും എന്ന് നമ്മൾ അറിയണം. ഫിനാൻസിങ് ദ പ്രൊപ്പോർഷൻസ്, പണം അതിന് തയ്യാറാണോ, അതിന് വേണ്ട പണമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് അറിയണം. പ്ലാൻ ലൈഔട്ട്, കോമ്പറ്റൻറ്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്, ടാക്സ് പ്ലാനിങ്, ഇതൊക്കെ തയ്യാറാണെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു.